സ്വാമിയേ ശരണമയ്യപ്പ. സംപൂജ്യ സ്വാമി മോക്ഷവിദാനന്ദ സ്വാമികൾ, ശ്രീരാമകൃഷ്ണ മഠം, ബഹുമാനപ്പെട്ട അധ്യക്ഷ ശ്രീമതി കെ പി ശശികല ടീച്ചർ, ബഹുമാന്യായ ശ്രീ കുമ്മനം രാജശേഖരൻ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ക്ഷേത്ര സംരക്ഷണ പ്രവർത്തകരെ, ക്ഷേത്രീയ കാര്യകർത്താക്കളെ, എല്ലാ പരിവാർ സംഘടനയുടെയും പ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ കാലം മുമ്പ് ആലോചിച്ച് നടപ്പിലാക്കേണ്ട ഒരു കർമ്മമാണ് കുറച്ച് വൈകിയെങ്കിലും നമ്മളിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കാരണം ഹിന്ദു സമാജത്തെ വർണ്ണവർഗ ജാതി വ്യത്യാസം, ആ വ്യത്യാസത്തിലൂടെ വിഘടിച്ച് നിർത്താം എന്നുള്ള ഇടത് വലത് ശക്തികളുടെ ഒരു വലിയ വിശ്വാസത്തെയാണ് 2018 ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ആ വിശ്വാസമാണ് അന്ന് തകർക്കപ്പെട്ടത്. കാരണം ഈശ്വരീയമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങളിൽ കേരളത്തിലെ ഹിന്ദു സമാജം ആബാലവൃദ്ധം ഒന്നിച്ച് നിൽക്കുമെന്ന് അന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ വർഗങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ ഹിന്ദുക്കൾ വിഘടിച്ചു നിന്നാലും ഈശ്വരീയമായ കാര്യത്തിലും ക്ഷേത്രീയ വിഷയങ്ങളിലും ഒന്നിച്ചു നിൽക്കുമെന്ന് അന്നാണ് അവർക്ക് ബോധ്യപ്പെട്ടത്. അപ്പോൾ ഹിന്ദു സമാജം എവിടെയാണ് എങ്ങനെയാണ് ഒന്നിച്ചു നിൽക്കുന്നതെന്ന് അവർ ചിന്തിച്ചതിൻ്റെ ഫലമായി അവർക്ക് മനസ്സിലായി, ക്ഷേത്ര വിഷയങ്ങളിലും ഈശ്വരീയ കാര്യങ്ങളിലുമാണ് ഹിന്ദു സമാജം ഒന്നിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് ഹിന്ദുക്കളെ എങ്ങനെ അകറ്റാം, അല്ലെങ്കിൽ ഈശ്വരീയതയിൽ നിന്ന് എങ്ങനെ ഹിന്ദുക്കളെ മാറ്റി നിർത്താം എന്ന് വളരെയധികം ഗവേഷണം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പല വിഷയങ്ങളും പിന്നെ പൊന്തി വന്നത്. അപ്പം ക്ഷേത്രങ്ങളുടെ ചൈതന്യം നശിപ്പിക്കുക, അതാണ് ആദ്യത്തെ പടി. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാം? ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന വസ്തുവകകൾ, ഇപ്പം നമുക്കറിയാം ഒരു ക്ഷേത്രം, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആരാധന സമ്പ്രദായം കൊണ്ടും പൂജാവിധികളും കൊണ്ടും ശക്തിപ്പെട്ടതാണ്. അപ്പോൾ പൂജാവിധികളെ ഏതെല്ലാം രീതിയിൽ തകർക്കാം. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അപ്പോൾ അത് നെയ്യായാലും എണ്ണയായാലും പൂക്കളായാലും എല്ലാം മായം കലർന്നതും മോശമായ രീതിയിലുള്ള സാധനങ്ങളാണ് ഇന്ന് നമുക്ക് ഈ മാർക്കറ്റിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചാണ് പലപ്പോഴും പൂജ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് കർപ്പൂരമായാലും ക്ഷേത്രത്തിനകത്ത് കത്തിക്കുന്ന ചന്ദനത്തിരിയായാലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പലപ്പോഴും മായം കലർന്നതാണ്. അപ്പോൾ അതെല്ലാം ഉപയോഗിക്കുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ആ ഭഗവാന്റെ ചൈതന്യമാണ് ലോപിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ, ഓരോ ക്ഷേത്രങ്ങളിലും അവിടെ ഉദ്യോഗസ്ഥരായി വരുന്ന ആൾക്കാർ, ക്ഷേത്രവിശ്വാസികളല്ലാത്ത ഈ കമ്മ്യൂണിസ്റ്റുകാരെയാണ് ഈ ഗവൺമെൻറ് പലപ്പോഴും പല ക്ഷേത്രങ്ങളിലും അവിടെ ഉദ്യോഗസ്ഥരായിട്ട് നിയമിക്കുന്നത്. 2 ദിവസം മുമ്പ് ഞാൻ ഗുരുവായൂർ പോയപ്പോൾ ഞാൻ നേരിട്ട് കണ്ട ഒരു കാര്യമാണ്. അവിടെ ആ ശിവേലി കഴിഞ്ഞ് ആനകളെല്ലാം പോയതിനു ശേഷം ഭക്തജനങ്ങൾ ക്യൂ ആയിട്ട്, അതായത് കൊടിമരത്തിൻ്റെ അവിടെ വരുമ്പോൾ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ആൾക്കാർ ഈ ഭക്തരുടെ മുതുകത്ത് കൈകൊണ്ട് ഇടിച്ചാണ് തള്ളുന്നത്. ഒരിക്കലും ഒരു ക്ഷേത്രത്തിനകത്ത് വരുന്ന ഒരു ഭക്തനെ അവിടുത്തെ ഒരു ജീവനക്കാരൻ കൈകൊണ്ടുപോലും തൊടാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. അവിടെയാണ് ഈ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശബരിമലയിലെ വിഷയം, ശബരിമലയിൽ പോലീസുകാർ കാണിക്കുന്ന അതിക്രമങ്ങൾ, അതിന് കൈയും കണക്കുമില്ല. പൊന്ന് 18-ാം പടിയിൽ തിരിഞ്ഞു നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിയത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഒരു ഉത്സവ സമയത്താണ് ഭക്തജനങ്ങൾ എല്ലാവരും ഒത്തുകൂടുന്നത്. ക്ഷേത്രങ്ങളിൽ ഉത്സവം നടത്തുന്നത് ആ ദേവന് വേണ്ടിയല്ല, ആ ഭക്തർക്ക് അവിടെ എത്താൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ദേവനുള്ളതിനകത്തുള്ള പൂജാ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഉത്സവം എന്ന് പറയുമ്പോൾ എല്ലാ ഭക്തരും ഒത്തുകൂടാനുള്ള ഒരു അവസരമാണ്. അതിനെയാണ് എല്ലാ രീതിയിലും നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കപട മൃഗസ്നേഹികളെന്ന് പറയുന്ന കുറേ ആൾക്കാരാണ് ആനകളുടെ കാര്യത്തിൽ ഇപ്പം ഈ കോടതിയെ സമീപിച്ചതും ഹൈക്കോടതിയിൽ നിന്ന് വിധി വാങ്ങിച്ചു. എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ വിധി സ്റ്റേ ചെയ്തു, വളരെ സന്തോഷം. പക്ഷേ എത്രയോ വർഷങ്ങളായി, ത്രേതായുഗം മുതൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ക്ഷേത്രങ്ങളിൽ ആന എഴുന്നള്ളിപ്പും ആനയും മനുഷ്യനുമായിട്ടുള്ള ബന്ധവും. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയൊന്നും അല്ലല്ലോ. തൃശ്ശൂർ പൂരത്തിനും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് തൃക്കാക്കരയിൽ
അന്ന് നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് ഏകദേശം 64 നാട്ടുരാജ്യങ്ങളിൽ നിന്ന് ഓരോ രാജ്യങ്ങളിൽ നിന്ന് ഓരോ ആന എന്ന നിലയ്ക്ക് 64 ആനകളെ, കൂട്ടത്തിൽ കൊച്ചി രാജാവിൻ്റെ ഒരു ആനയും, അങ്ങനെ 65 ആനകളെ എഴുന്നള്ളിപ്പിക്കുന്ന ചടങ്ങാണ് തൃക്കാക്കര ഓണോത്സവമായി നടന്നുകൊണ്ടിരുന്നത്. 28 ദിവസത്തെ ഉത്സവമാണ് ആ കാലഘട്ടത്തിൽ തൃക്കാക്കര വാമന ക്ഷേത്രത്തിൽ നടന്നിരുന്നത്. കർക്കിടകം 28 മുതൽ ചിങ്ങം 28 വരെ. അന്ന് 65ഓളം ആനകളെയാണ് ആ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിച്ചിരുന്നത്. അതുപോലെ എത്രയോ സ്ഥലങ്ങളിൽ, ഗുരുവായൂർ എത്രയോ കാലമായിട്ട് നടക്കുന്നു ആന ഓട്ടം. ഉത്സവം കൊടിയേറുന്നതിന് മുമ്പ് ആന ഓട്ടം നടത്തി ആ ഓട്ടത്തിൽ ഏറ്റവും മുന്നിലെത്തുന്ന ആ ആനയ്ക്കാണ് ഉത്സവത്തിന് തിടമ്പേറ്റാനുള്ള അധികാരം. അപ്പോൾ അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മുടെ ഉത്സവങ്ങളുമായിട്ടും ഹിന്ദു സമാജവുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ആന. മാത്രമല്ല, ആന എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവീക സങ്കല്പം കൂടിയാണ്. സാക്ഷാൽ മഹാഗണപതിയെയും സാക്ഷാൽ മഹാലക്ഷ്മിയെയുമാണ് ആനകളിൽ നമ്മൾ ദർശിക്കുന്നത്. അതുപോലെ മൃഗങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു കടമയാണ്. കാര്യം ഇന്നത്തെ അവസ്ഥ എന്താ? കാട്ടിൽ മൃഗങ്ങൾ സുരക്ഷിതരല്ല. അവർക്ക് അവിടെ ആവശ്യത്തിന് വെള്ളമില്ല, ആഹാരമില്ല. അവരെല്ലാം നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആനകൾ കാട്ടിലെന്താ സുരക്ഷിതരാണോ? എത്ര ആനകളെയാണ് വെടിവെച്ച് കൊന്നിട്ട് അതിൻ്റെ കൊമ്പെടുക്കുന്നത്? എത്ര ക്രൂരമായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നില്ലേ, പത്രങ്ങളിൽ വായിക്കുന്നില്ലേ, ആനകൾ ചത്ത് കൊമ്പില്ലാതെ കിടക്കുന്നു, അഴുകി കിടക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ആനകൾക്ക് എന്ത് സുരക്ഷിതത്വമുള്ളത്? അപ്പോൾ ഇവിടെ ചോദിക്കട്ടെ, എത്രയോ ഉത്സവങ്ങൾ നടക്കുന്നു. ഈ ഉത്സവങ്ങളിൽ എവിടെയെങ്കിലും ഉത്സവത്തിന് സമയത്ത് ആനകൾക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഗുരുവായൂർ ആന ഓട്ടത്തിൽ ഏതെങ്കിലും ആന പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? തൃശ്ശൂർ പൂരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇത് മനഃപൂർവ്വം ഈ ഉത്സവങ്ങളെ തകർക്കുക എന്നുള്ള ഒരു കപട ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കപട മൃഗസ്നേഹികളാണെന്ന്. ഈ മൃഗസ്നേഹികൾക്ക് ആനകളോടും മാത്രമേ ഉള്ളൂ സ്നേഹം. മൃഗസ്നേഹികൾ എന്ന് പറയുമ്പോൾ എല്ലാ മൃഗങ്ങളോടും സ്നേഹം വേണ്ടേ? ഇവിടെ എത്രയോ മൃഗങ്ങളെ സ്വാമിജി പറഞ്ഞ പോലെ ഇവിടെ കെട്ടിത്തൂക്കിയിടുന്നു, തോലുരിച്ച് ആഹാരത്തിന് വേണ്ടി. ആ മൃഗങ്ങളോട് സ്നേഹമില്ലേ? ആനകളോട് മാത്രം എന്താ പ്രത്യേക സ്നേഹം? അപ്പോൾ ആ സ്നേഹമല്ല, അത് ഈ ഉത്സവങ്ങളെ തകർക്കുക, അതിലൂടെ ഹിന്ദു സമാജത്തെ തകർക്കുക, ഹിന്ദുക്കളുടെ ഈശ്വരീയതയെ തകർക്കുക എന്നുള്ള ഒരു വളരെ സംഘടിതമായ ഗൂഢ ലക്ഷ്യത്തിൻ്റെ പിന്നിലാണ് ഈ പ്രവർത്തനം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പോൾ ഉത്സവങ്ങളുടെ കാര്യത്തിൽ. ഇപ്പം ഗുരുവായൂർ ശങ്കരാചാര്യരുടെ കാലം തൊട്ട് നിശ്ചയിച്ചതാണ് ഗുരുവായൂർ ഏകാദശിയുമായി ബന്ധപ്പെട്ടുള്ള ഉദയാസ്തമന പൂജ. അതിനെ തകർക്കാനാണ് അവിടുത്തെ ആ കമ്മിറ്റിക്കാർ ശ്രമിച്ചത്. അതിന് എന്തു പറയാം, നിർഭാഗ്യമെന്ന് പറയട്ടെ, അവിടുത്തെ തന്ത്രിയും അതിന് കൂട്ടുനിന്നു. പക്ഷെ അവിടെ അല്പം വൈകിപ്പോയി. ആ വൈകിച്ചെടുത്തത് അവരുടെ കഴിവായിരുന്നു. ഹൈക്കോടതി വിധി നീട്ടി കൊണ്ടുപോയി അവസാന നിമിഷം ഹൈക്കോടതി ഇങ്ങനൊരു വിധി പ്രഖ്യാപിച്ചു. പക്ഷേ അല്പം കൂടെ ഒരു 4-5 ദിവസം മുമ്പാണ് ആ വിധി ഹൈക്കോടതി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ തീർച്ചയായും സുപ്രീം കോടതിയിൽ നിന്നും കൃത്യമായൊരു വിധി, ഇപ്പോൾ ഉണ്ടായ വിധി അന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഏകാദശി നാളിൽ അവിടെ ഉദയാസ്തമന പൂജ നടന്നിരുന്നേനെ. പക്ഷേ അതുപോലെ ഓരോ വിഷയങ്ങളിലും, അതുപോലെ ഈ വർഷങ്ങളായി പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള പല ക്ഷേത്രങ്ങളിലും ഉള്ളതാണ് ഗാർഡ് ഓഫ് ഓണർ. അത് നിർത്തലാക്കുക. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലൂടെ നമ്മുടെ ഈശ്വരീയതയെ തകർക്കുക, ഹിന്ദു സമാജം ക്ഷേത്രങ്ങളിലെത്തിനെ തകർക്കുക, ക്ഷേത്ര വിശ്വാസികളെ നശിപ്പിക്കുക, ക്ഷേത്രത്തെ ചൈതന്യം നശിപ്പിക്കുക, ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈയിടയ്ക്ക് മദ്രാസിലെ IIT-യിലെ ഒരു വളരെ സീനിയറായിട്ടൊരു പ്രൊഫസർ, അദ്ദേഹത്തെ ഞാൻ യാദൃശ്യമായിട്ട് കണ്ടുമുട്ടാനിടയായി. അദ്ദേഹം ഈ ക്ഷേത്ര ചൈതന്യങ്ങളെ പറ്റി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം തമിഴ്നാട്ടിലും മറ്റ് പല സ്ഥലങ്ങളിലും പോയി, കേരളത്തിൽ വന്നല്ല പല ക്ഷേത്രങ്ങളിലും അദ്ദേഹം സന്ദർശിച്ചു. അദ്ദേഹത്തെ ഞാൻ തൃശ്ശൂർ വെച്ചാണ് കണ്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പല ക്ഷേത്രങ്ങളിലും ഞാൻ പോയി, പക്ഷേ ഗുരുവായൂർ മാത്രമാണ് പൂർണ്ണമായ ചൈതന്യം ഇന്നും നിലനിൽക്കുന്നത്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളും, എത്രയോ മഹാക്ഷേത്രങ്ങളാണ് കേരളത്തിലുള്ളത്, ആ ക്ഷേത്രങ്ങളുടെ ചൈതന്യം കുറഞ്ഞു വരികയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ നടക്കുന്ന പൂജകൾ കൃത്യമല്ല. ഈ പൂജാരികളായിട്ടിരുത്തിയിരിക്കുന്ന പല ആൾക്കാരും പാർട്ടിയുടെ ആൾക്കാരാണിന്ന്. പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാരെ കൃത്യമായി തിരഞ്ഞു പിടിച്ച് അവരെ പൂജാരിമാരായി നിയമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് ആ ദേവനിൽ എന്ത് വിശ്വാസമുണ്ട്, ആ ക്ഷേത്രത്തിൽ എന്ത് വിശ്വാസമുണ്ട്, അവിടെ വരുന്ന ഭക്തരോട് എന്ത് താല്പര്യമുണ്ട്? പണം. ഇതുമാത്രമാണ് പലരുടെയും ചിന്ത. അവിടെയാണ് ഇതിൻ്റെ ദോഷം വരുന്നത്. അപ്പം ഉപയോഗിക്കുന്ന വസ്തുക്കൾ മോശം, നടത്തുന്ന പൂജകൾ മോശം. ആ രീതിയിലാണ് ക്ഷേത്ര ചൈതന്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂരിൽ എത്രയോ കാലമായി കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ മാത്രമാണ് കൃത്യമായ പൂജാവിധികൾ, ഓരോ സമയക്ലിപ്തത, അതുപോലെ പൂജാവിധികളുടെ ക്ലിപ്തത, അതുപോലെ അവിടുത്തെ നേദ്യങ്ങളുടെ ക്ലിപ്തത, നേദ്യങ്ങളുടെ ശുദ്ധത, ഇതെല്ലാം കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഗുരുവായൂർ. അതുകൊണ്ടാണ് ആ ഗുരുവായൂരത്തെ പൂർണ്ണ ചൈതന്യം ഇന്ന് നിലനിൽക്കുന്നത്. പക്ഷേ അതിനെ നശിപ്പിക്കാനാണ്, ആ ഗുരുവായൂരത്തെ ചൈതന്യം നശിപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്
മുമ്പിൽ നിൽക്കുന്ന തന്ത്രിയാണ്. അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതുപോലെ തന്നെ ശബരിമലയിൽ കാലങ്ങളായി നടക്കുന്നൊരു ആചാരമാണ് ശബരിമലയിലെ ആ മാളികപ്പുറത്ത് നാളികേരം ഉരുട്ടുന്നത്. കന്നി അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും നിർബന്ധമായും ചെയ്യണമെന്ന് എത്രയോ കാലങ്ങളായി ശബരിമലയെക്കുറിച്ചുള്ള ഏറ്റവും പഴയ ഗ്രന്ഥങ്ങളിൽ ശാസ്ത്രപൂജാകല്പമായാലും അല്ലെങ്കിൽ ഈ ഭൂതനാഥോപാഖ്യാനമായാലും അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ ഓരോരോ കാര്യങ്ങളും 1950 കാലഘട്ടത്തിന് മുമ്പ് അവിടെ മാളികപ്പുറത്ത് പ്രതിഷ്ഠ ഉണ്ടായിരുന്നതാണ് ശ്രീ വാവൂരസ്വാമിയുടെ. അതിന് വ്യക്തമായ രേഖകളുണ്ട്. അതിനെയാണ് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ വാവൂരിനെ വാവരാക്കി മാറ്റി. അവിടെ വാവരുടെ ഒരു സ്ഥാനം വന്നു. എരുമേലിയിലെ നൈനാൻ മസ്ജിദ് വാവര് പള്ളിയായി മാറി. അവിടെ എരുമേലിയിലെ കൊച്ചമ്പലത്തിന് മുമ്പിൽ നിങ്ങൾ ആരെങ്കിലും പോയി ശ്രദ്ധിക്കുക, കൊച്ചമ്പലത്തിലേക്ക് കയറുമ്പോൾ നടയിൽ വലതുവശത്തും ഇടതുവശത്തും 2 പ്രതിഷ്ഠയുണ്ട്. കയറുമ്പം വലതുവശത്തുള്ള പ്രതിഷ്ഠ കടുത്ത സ്വാമിയുടെയാണ്. ആ പ്രതിഷ്ഠ ഇപ്പോഴും കൃത്യമായിട്ടുണ്ട്. പക്ഷേ ഇടതുവശത്ത് വാവൂരസ്വാമിയുടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. ആ പ്രതിഷ്ഠ ഇന്നില്ല. അവിടെ ആ പ്രതിഷ്ഠയ്ക്ക് പകരം അവിടെ ഇതും പ്രഭ മാത്രം വെച്ചിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ. എന്നിട്ട് വാവൂരസ്വാമി മാറ്റി വാവരെന്ന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലെല്ലാം നമ്മുടെ ഹിന്ദു സമാജത്തിൻ്റെ ഒരു ജാഗ്രത കുറവുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. ഇനിയെങ്കിലും ഇത് മാറി നമ്മൾ ഒന്നിച്ച് നിൽക്കുക, ഈ വിഷയങ്ങളിൽ ഒന്നിച്ച് പ്രതികരിക്കുക. ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഇത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. കാര്യം ക്ഷേത്രങ്ങൾ വിശ്വാസികളുടെയാണ്, ഹൈന്ദവ വിശ്വാസികളുടെ മാത്രമാണ്. അല്ലാതെ മറ്റുള്ളവർക്കൊന്നും ഒരു കാര്യമില്ല. ക്ഷേത്രങ്ങളെ വീണ്ടെടുക്കാൻ ഒരു വലിയ ധർമ്മ സമരത്തിന് തന്നെ പണ്ട് നമ്മൾ ക്ഷേത്രപ്രവേശനം നടത്തിയതുപോലെ തന്നെ ക്ഷേത്ര വിമോചനം എന്നുള്ള രീതിയിൽ തന്നെ ആ ഒരു ഹൈന്ദവ ഏകീകരണത്തോടുകൂടി ഒരു വലിയ ഒരു സമരത്തിലേക്ക് തന്നെ ഹിന്ദു സമാജം ഇറങ്ങണം. ആ ഇറങ്ങിയാൽ മാത്രമേ നമുക്കിത് നേടാൻ കഴിയുള്ളൂ. ഇപ്പം വിശ്വഹിന്ദു പരിഷത്ത് ഭാരതത്തിലുടനീളം ഇത്തരം ഒരു പ്രവർത്തനമായിട്ട് ഇറങ്ങുകയാണ്. ഈ ജനുവരി 1 മുതൽ ആരംഭിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനം ജനുവരി 5 മുതൽ കേരളത്തിൽ ആരംഭിക്കും. എല്ലാ ഹൈന്ദവ സംഘടനകളും ഒന്നിച്ചു നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ കേരളത്തിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. അത് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഹിന്ദു സമാജത്തിന് കേരളത്തിൽ ഇനി നിലനിൽപ്പുള്ളൂ എന്ന് ചിന്തിക്കുക. കാരണം ഹിന്ദുവിൻ്റെ നിലനിൽപ്പ് ക്ഷേത്രങ്ങളിലൂടെയാണ്, ഈശ്വരീയതയിലൂടെയാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. ഈ വൈകിയ സമയത്ത് അധികം സംസാരിക്കുന്നില്ല, കാരണം എനിക്ക് എത്താനുണ്ട്. കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്, പക്ഷെ ക്ഷമിക്കണം. എന്തായാലും ഇന്നിങ്ങനൊരു പുതിയ തുടക്കം എല്ലാ രീതിയിലും ഗംഭീരമാവട്ടെ. ഇതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.